മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മരിച്ചവരെ നാം പല വിധത്തിലും സ്മരിക്കാറുണ്ട്. അതൊരു ആവശ്യവുമാണ്, ചിലയിടത്ത് അത്യാവശ്യമാണ്, ചിലയിടത്ത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എല്ലാ മതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിൽ. എന്നാൽ മരിച്ചവരുടെ 4-5 സാധനങ്ങൾ നാം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതിൽ ഒന്നാമത്തേത് ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന കറുത്ത തുണി, പെർഫ്യൂം എന്നിവയാണ്. കറുത്ത തുണി ഒരു കാരണവശാലും അത് പിന്നീട് വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല. അത് എടുത്ത് ചുട്ടുകളയുകയോ കളയുകയോ ചെയ്യുന്നതാണ് നല്ലത്. വ്യക്തി ഉപയോഗിച്ചിരുന്ന വാച്ച്, ആ വാച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓടി നിൽക്കുന്നതിനെ വച്ചിട്ട് പിന്നീട് ആ വാച്ച് ഉപയോഗിക്കാൻ പാടില്ല. മരിച്ചുപോയ ആളുടെ ഇത്തരം കാര്യങ്ങളിലൂടെ സ്മരണ നിലനിർത്താൻ ശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. സ്ത്രീകൾക്ക് മാത്രമായുള്ള കാര്യമാണ് തിരുപ്പൻ. ആ മരിച്ച വ്യക്തി തിരുപ്പൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ തിരുപ്പൻ നിങ്ങൾ ഉപയോഗിക്കരുത്, പിന്നീട് അതെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. അത് ഡേഞ്ചറസ് ആണ്. പിന്നീടുള്ളത് ഫോട്ടോയാണ്. ഫോട്ടോ അപ്പാടെ എടുത്ത് മാറ്റണമെന്നല്ല പറഞ്ഞു വരുന്നത്. ചില ഫോട്ടോ കാലപ്പഴക്കം കൊണ്ട് മങ്ങുകയോ ചരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് ക്രഞ്ചായി പോകും, ഉടഞ്ഞു പോകുകയോ ഞവടിയതുപോലെ ആയിപ്പോവുകയോ ഒക്കെ ആകാം. കീറുക എന്ന് പറയാം. അതായത് ആ ആളല്ല ഫോട്ടോയെ കാണുന്നത്. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും എടുത്ത് ഒഴിവാക്കേണ്ടതാണ്. അത്തരം ചില കാര്യങ്ങളിലൂടെ സ്മരണ നിലനിർത്താൻ നാം ശ്രമിക്കുമ്പോൾ, തലമുടി കാണുമ്പോഴും കറുത്ത വസ്ത്രം കാണുമ്പോഴും അതേ പെർഫ്യൂം ആണെങ്കിൽ സർവ്വജാതി മതസ്ഥലും മതങ്ങളിലുള്ളതാണ്. ഒന്ന് സ്മർട്ടയിൽ ഉപയോഗിക്കുന്നത്, മറ്റൊന്ന് ദേഹത്ത് കുടയുന്നത്, വേറൊന്ന് ഖബറിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബാലൻസ് വരുന്നത് അതോടുകൂടി അവിടെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഞാൻ കൊണ്ടു നടന്ന് അതിലൂടെ സ്മരണ നിലനിർത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അത് നെഗറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കും. അത് പാടില്ലല്ലോ. ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. അതുകൊണ്ടാണ് നാം മരിച്ചവരെ ഓർമ്മിക്കുന്നത്. പക്ഷെ അവർ ഉപയോഗിച്ചിരുന്ന ഇത്തരം സാധനങ്ങൾ നാം പാടെ വർജിക്കണം. അതുമൂലം നമുക്ക് ദോഷങ്ങളെ ഉണ്ടാകും. ഈ പറഞ്ഞ സാധനങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ദോഷങ്ങളെ ഉണ്ടാകും. ഗുണങ്ങൾ അല്ല, ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങളാണ്. അത് മനസ്സിലാക്കി തരാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാണുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.